ശോഭാ സുരേന്ദ്രൻ, ഇന്ന് ഈ യോഗത്തിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്ന പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനൂപ്, മണ്ഡലം അധ്യക്ഷൻ പ്രിയപ്പെട്ട എം മഹേഷ്, സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ ജെ ദിലീപ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി കാർത്തികപ്പള്ളിയിലെ പ്രബുദ്ധരായ ജനത വിജയിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ജനാധിപത്യ വിശ്വാസികൾ എല്ലാവർക്കും സാദര നമസ്കാരം. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിയും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷനുമായ ശ്രീ പി ഉല്ലാസ് അടക്കം വേദിയിലുള്ള എല്ലാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കും സാദര നമസ്കാരം. ശാരീരികമായ അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് വിശദമായ ഒരു പ്രഭാഷണത്തിന് മുരുന്നില്ല. മാത്രവുമല്ല, ശോഭിച്ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. വൈകിയ വേളയാണ്. ഏതാനും ചില വാക്കുകളിൽ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് കാർത്തികപ്പള്ളിയിലെ പ്രബുദ്ധരായ ജനതയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നന്ദി രേഖപ്പെടുത്തുന്നതിനാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സുമ പറഞ്ഞു, കാർത്തികപ്പള്ളിയിൽ അധികാരത്തിലെത്തുക എന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു എന്ന്. ഞാനത് തിരുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാർത്തികപ്പള്ളിയിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരണമെന്നുള്ളത് BJP-കാരുടെ മാത്രം സ്വപ്നമായിരുന്നില്ല. കാർത്തികപ്പള്ളിയുടെ ശാപമോക്ഷം ആഗ്രഹിക്കുന്ന ഓരോ പ്രബുദ്ധനായ ജനതയുടെയും ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് നാം കണ്ടത്. കാരണം ഇടതു വലതു മുന്നണികൾ ഈ നാടിനെ അധോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ നാടിനൊരു ശാപമോക്ഷം ആവശ്യമാണ്. ഈ നാടിനെ രക്ഷിക്കാൻ ഇനി ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കാർത്തികപ്പള്ളിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ തീരുമാനിച്ചതിന്റെ ഫലമാണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന ബഹുമതിക്ക്, അംഗീകാരത്തിന് ഭാരതീയ ജനതാ പാർട്ടി അർഹമായി. നിങ്ങൾ നൽകിയ അംഗീകാരത്തെ, ജനവിധിയെ എല്ലാവിധ എളിമയോടും കൂടി ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. തീർച്ചയായും ഇത് വലിയ ഒരു നേട്ടമായി കരുതുമ്പോഴും അങ്ങനെയല്ല എന്ന ബോധ്യവും ഞങ്ങളെ നയിക്കുന്നുണ്ട്. കാരണം ഇതൊരു നേട്ടത്തിനപ്പുറം വലിയൊരു വെല്ലുവിളിയാണ്. ഈ നാടിനെ ചവിട്ടി മെതിച്ച, ചവച്ച് ചണ്ടിയാക്കിയ ഒരു നാടിനെ വീണ്ടും അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടും കൂടി തിരികെ കൊണ്ടുവരിക എന്ന വലിയ വെല്ലുവിളിയാണ് നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾ നൽകിയ അവസരത്തെ, ആ വെല്ലുവിളിയെ ഞങ്ങൾ ഹൃദയത്തിലാണ് ഏറ്റുവാങ്ങുന്നത്. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നൽകിയ ഈ ജനവിധി ഉണ്ടല്ലോ, അതിനെ ഭാരതീയ ജനതാ പാർട്ടി എല്ലാവിധ മഹത്വത്തോടും കൂടി സ്വീകരിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു മികച്ച കാർത്തികപ്പള്ളി സൃഷ്ടിക്കാൻ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. അതിനാണ് ശ്രീമാൻ പി ഉല്ലാസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കഴിഞ്ഞ ദിവസം ചുമതലയേറ്റത്. ഉല്ലാസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ കാത്തു വലിയ വെല്ലുവിളികൾ ഇരിപ്പുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഒരുപക്ഷെ ഇനി മുതൽ ഈ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വെറുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ ഒന്നായി കാർത്തികപ്പള്ളി മാറിയാലും ഞങ്ങൾക്ക് അതിശയമില്ല. ഇനി മുതൽ കാർത്തികപ്പള്ളിക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാകില്ല. കാർത്തികപ്പള്ളിയുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നുള്ളത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വെറുക്കപ്പെട്ട ഭരണസമിതിയാകുമെന്ന ഉത്തമ ബോധ്യവും ഞങ്ങൾക്കുണ്ട്. ഇന്നലെ വരെ നിങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ അഴിമതികളും, എല്ലാ കെടുകാര്യസ്ഥതയും, എല്ലാ സ്വജനപക്ഷപാതവും, നിങ്ങളുടെ കഴിവില്ലായ്മയും ഒക്കെ ഒരുപക്ഷെ ഞങ്ങളുടെ മേലിലേക്ക് നിങ്ങൾക്ക് നാളെ മുതൽ ആരോപിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് എന്നും ഞങ്ങൾക്കറിയാം. ഇന്നലെ വരെ നിങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ കുഴപ്പങ്ങളുടെയും ഉത്തരവാദികൾ ഇനി മുതലുള്ള ഭരണസമിതിയാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും ഞങ്ങൾ കരുതിയിരിക്കുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് കിട്ടുന്ന അവസരം നിങ്ങളുടെ സേവനത്തിനായാണ് വിനിയോഗിക്കുക. തീർച്ചയായും കാർത്തികപ്പള്ളിയുടെ യഥാർത്ഥ ചിത്രം എന്താണ്,
എന്താണ് കാർത്തികപ്പള്ളി പഞ്ചായത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നു വന്നിട്ടുള്ളത് എന്നതിന്റെ ഒരു സമഗ്രമായ ചിത്രം, ഒരു യഥാർത്ഥ ചിത്രം ഞങ്ങൾ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കും. കഴിഞ്ഞ കാലത്തെ ഭരണസമിതിയുടെ ചെയ്തികൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് ഈ നാടിന്റെ പൊതുപണം ഈ നാട്ടിലെ ഭരണാധികാരികളായി നാം ജയിപ്പിച്ചു വിട്ടവർ അല്ലെങ്കിൽ നമ്മെ ഭരിച്ചവർ എങ്ങനെയാണ് ചിലവഴിച്ചത് എന്നതിന്റെ യഥാർത്ഥ ചിത്രം ഞങ്ങൾ നിങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കും.